ശ്രീ ജി സ്റ്റീഫൻ, നിങ്ങൾക്ക് 8 മിനിറ്റ്. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ അനുകൂലിക്കുകയാണ് സർ. ഇന്ത്യയിലെ ആദിവാസി, ദളിത്, പിന്നോക്ക, ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് രാജ്യത്തുള്ളത്. രാജ്യത്ത് ഇത്തരത്തിലുള്ള ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഇത്രയും ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധം തീർക്കുന്ന സമീപനമാണ് കേരളത്തിൽ നിലവിലുള്ളത്. ഐക്യകേരളം രൂപീകൃതമായ കാലഘട്ടം മുതൽ മാറി മാറി വന്ന സർക്കാരുകളുടെ എല്ലാ നയങ്ങൾ ഈ ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമീപനമായിരുന്നു സർ. രാജ്യത്ത് വർഗീയ ചേരിതിരിവുണ്ടാക്കി പിന്നോക്ക ജനവിഭാഗങ്ങളെയും ദളിത് ജനവിഭാഗങ്ങളെയും വേട്ടയാടാൻ വേണ്ടിയാണ് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ രാജ്യത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങളുടെ സ്ഥിതി പരിശോധിച്ചാൽ ഇന്ത്യയിൽ 1 മണിക്കൂറിൽ ഒരു പിന്നോക്ക ജനവിഭാഗത്തിലുള്ള ആൾ അല്ലെങ്കിൽ ദളിത് ജനവിഭാഗത്തിലുള്ള ആൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. അവർക്കെതിരായിട്ടുള്ള അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കേസുകൾ, ആ കേസുകളെല്ലാം കോടതികളിൽ കൃത്യമായി നടക്കാത്തത് കൊണ്ടോ സാക്ഷി പറയാത്തത് കൊണ്ടോ ആദിവാസികളും പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തിലുള്ളവരും അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല. കേസുകളെല്ലാം കോടതിയിൽ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇവരെ ചേർത്ത് പിടിക്കുന്ന സമീപനം അഭിമാനപൂർവ്വം സ്വീകരിക്കുകയാണ്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിൽ ഇടതുപക്ഷ സർക്കാർ വിവിധ ക്ഷേമ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ ആനുപാതത്തിനേക്കാൾ കൂടുതൽ പദ്ധതി പണം ബഡ്ജറ്റിലൂടെ നീക്കിവെക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കഴിഞ്ഞ 7.5 വർഷത്തിനിടയിൽ 99.34 കോടി രൂപ ചെലവഴിച്ച് 28,010 പട്ടികജാതി കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങി നൽകി. ഇവിടെ ഭൂമി വാങ്ങി നൽകുന്നില്ല എന്നുള്ള പരാമർശമാണ് ചില പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവിടെ പരാമർശിച്ചത്. എന്നാൽ ഇത്രയും ആളുകൾക്ക് ഭൂമി വാങ്ങി നൽകിയിട്ടുണ്ട്. 2,730 പട്ടികവർഗക്കാർക്ക് 3,937.47 ഏക്കർ ഭൂമിയാണ് സർക്കാർ ഭൂമിയിൽ നിന്നും ഇതിനകം വിതരണം ചെയ്തിട്ടുള്ളത്. 2 വർഷത്തിനകം മുഴുവൻ ഭൂരഹിത ഭവനരഹിത പട്ടികവർഗ കുടുംബങ്ങൾക്കും ഭൂമിയും വീടും നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ വകുപ്പ് ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പ്രദാനം ചെയ്യുന്ന അരുവിക്കര മണ്ഡലത്തിൽ 30 വർഷം ചെറ്റച്ചൽ എന്ന് പറയുന്ന പ്രദേശത്ത് 33 കുടുംബങ്ങൾ ഭൂമിയില്ലാത്തവർ, വീടില്ലാത്തവർ സമരം നടത്തി. ഈ സർക്കാരാണ്, 2ാം പിണറായി ഗവൺമെൻറ് കാലഘട്ടത്തിലാണ് ആ 33 കുടുംബങ്ങൾക്കും ഭൂമി നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കൈക്കൊണ്ട് അവർക്ക് പട്ടയം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു. വിദ്യാഭ്യാസം, സ്വയം സംരംഭത്വ വികസനം, നൈപുണ്യ പരിപോഷണം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉയർന്ന പരിഗണനയാണ് ഈ സർക്കാർ നൽകുന്നത്. ഞാൻ പ്രദാനം ചെയ്യുന്ന മണ്ഡലത്തിൽ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലം ആ പദ്ധതി തടസ്സപ്പെട്ട അവസരത്തിൽ ഇപ്പോൾ ചുമതല ഒഴിഞ്ഞ വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ പ്രത്യേക താല്പര്യമെടുത്ത് ആ സ്കൂൾ പാങ്കാവിൽ തന്നെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുകയും വനം വകുപ്പ് വിട്ടുതന്ന ഭൂമി തിരികെ വിട്ടുകൊടുത്ത് പുതിയ ഭൂമി 1 ഹെക്ടർ ഭൂമി വാങ്ങി ആ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ഈ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ പഠനാവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സർ. സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഉറപ്പ് തന്ന പ്രകാരം പട്ടികജാതി വിഭാഗങ്ങൾക്ക് തത്തുല്യമായ രീതിയിലുള്ള എല്ലാ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും പരിവർത്തിത ജനവിഭാഗങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഈ സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. 425 SC/ST പിന്നോക്ക വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ സ്കോളർഷിപ്പോടെ പഠന അവസരം ഈ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷം 310 പേർക്ക് കൂടി ഇതേ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് സർ. കേന്ദ്ര ഗവൺമെൻറ് 1 മുതൽ 10 വരെ ഉണ്ടായിരുന്ന സ്കോളർഷിപ്പ് അത് 1 മുതൽ 8 വരെയുള്ള ആളുകൾക്ക് ഇല്ലാതാക്കുന്ന സമീപനം സ്വീകരിച്ചു, അവരെ ഒഴിവാക്കുന്ന സമീപനം സ്വീകരിച്ചു. ഈ ഘട്ടത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് 9ഉം 10ഉം ക്ലാസ്സുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയ സ്കോളർഷിപ്പ് 1 മുതൽ 10 വരെയുള്ള കുട്ടികൾക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി
കെടാവിളക്ക് എന്ന പദ്ധതി ഈ സർക്കാർ നടപ്പിലാക്കി എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് സർ. മെഡിക്കൽ കോഴ്സുകളിലും അനുബന്ധ കോഴ്സുകളിലും പഠിക്കുന്ന മാതാവോ പിതാവോ ഇല്ലാത്ത പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇരുവരുമില്ലാത്ത പെൺകുട്ടികൾക്ക് OBC വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് 50,000 രൂപ സ്കോളർഷിപ്പ് അനുവദിക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഈ സർക്കാർ കൈകൊണ്ട് ഏറ്റവും ജനോപകാരപ്രദമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു സർ. ഇൻ്റർനെറ്റ് സൗകര്യം ഭൂരിഭാഗം പട്ടികവർഗ കേന്ദ്രങ്ങളിലും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു. 35,000 പട്ടികജാതി വിദ്യാർത്ഥികൾക്കാണ് ഈ സർക്കാർ ലാപ്ടോപ്പുകൾ അവിടെ പഠനവുമായി ബന്ധപ്പെട്ട് നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. പിന്നോക്ക സമുദായ ക്ഷേമത്തിന് പ്രഥമ പരിഗണനയാണ് ഈ സർക്കാർ നൽകുന്നത്. അതേപോലെ തന്നെ വിശ്വകർമ്മരെ പരമ്പരാഗത തൊഴിലാളികളായി അംഗീകരിച്ച് ഉത്തരവാക്കുന്നതിന് വേണ്ടി ഈ സർക്കാർ തയ്യാറായിട്ടുണ്ട് സർ. സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ അവരുടെ ക്ഷേമം എന്നിവ പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷന് റിട്ടയർഡ് ജസ്റ്റിസ് JB കോശി കമ്മീഷനെ ഈ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. അടിയന്തരമായി ഇതിലെ നിർദ്ദേശങ്ങൾ സർക്കാർ പരിശോധിക്കണമെന്ന് നടപ്പിലാക്കണമെന്നുള്ള അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുകയാണ് സർ. കേരളത്തിലെ അധസ്ഥിത വിഭാഗങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്തുന്ന വിധത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കുന്ന പ്രദേശങ്ങളെ നാളിതുവരെ കോളനികൾ എന്നുള്ള നാമധേയത്തിലാണ് നമ്മളെല്ലാം വിളിച്ചിരുന്നത്. കോളനി എന്നുള്ളത് സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ കൊളോണിയൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വാക്കാണ് സർ. കേരളത്തിൽ കോളനി എന്ന ടാഗ് വലിച്ചെറിഞ്ഞുകൊണ്ട് അവരുടെ ആ പദപ്രയോഗം ഒഴിവാക്കി നഗറുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഈ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് സർ. സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിലായി 70ഓളം ക്ഷേത്രങ്ങളിലാണ് പട്ടികജാതി പട്ടികവർഗത്തിലെ പൂജാരിമാരെ നിയമിക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഈ സർക്കാർ കൈക്കൊണ്ടത്. അത് ഏറ്റവും പുരോഗമനപരമായിട്ടുള്ള ഒരു സമീപനമാണ് സർ. ഇത്തരത്തിൽ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ പിന്നോക്കക്കാരനെന്നോ മുന്നോക്കക്കാരനെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സമഭാവന കേരളത്തിൽ വാർത്തെടുക്കാൻ വേണ്ടി ഇതിനകം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വികസനത്തിനായി 2081.81 കോടി രൂപയാണ് സർക്കാർ ചെലവഴിച്ചത്. മാത്രമല്ല ഈ വിഭാഗത്തിന് വേണ്ടി നീക്കിവെച്ച പദ്ധതിയുടെ 92% തുകയും ചെലവഴിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. സാർ ഒരു മിനിറ്റ് ഇവിടെ സാർ പൈലറ്റ് പരിശീലനത്തിന് വേണ്ടി വിങ്സ് പദ്ധതി പ്രകാരം വർഷം തോറും കൊമേഴ്സ്യൽ പൈലറ്റ് കോഴ്സിന് സ്കോളർഷിപ്പായി 3 SC വിദ്യാർത്ഥികൾ 2 ST വിദ്യാർത്ഥികൾക്ക് 1 OBC വിദ്യാർത്ഥിക്കും 33 ലക്ഷം രൂപ വീതമാണ് സാർ ഈ കേരളത്തിൽ നിന്ന് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. വീട് നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ 98,13,070 വീടുകൾ ഇതിനകം ST വിഭാഗത്തിനും 39,998 വീടുകൾ SC വിഭാഗത്തിനും പൂർത്തീകരിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 500 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെയാണ് പട്ടികവർഗ മേഖലയിൽ നിന്നും ഈ സർക്കാർ PSC വഴി നിയമിക്കാൻ വേണ്ടിയുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ട്രൈബൽ പ്ലസ് പദ്ധതി പ്രകാരം 8 വർഷം കൊണ്ട് 53,12,521 തൊഴിൽ ദിനങ്ങൾ ST വിഭാഗത്തിലുള്ള ആളുകൾക്ക് അധികമായി നൽകുന്നതിന് വേണ്ടി ഈ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ധാരാളം പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരികയാണ് സർ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ വികസന പദ്ധതികൾക്ക് പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾക്ക് ആവശ്യമായിട്ടുള്ള തുക അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ധനാഭ്യർത്ഥനയെ ഞാൻ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്.